ഒരു 26 വർഷം മുമ്പ് എന്ന് പറയാം. 27 വർഷം മുമ്പ് വെണ്ട ഡാനിയൽ എന്ന് പറഞ്ഞ വെണ്ട ഡാനിയൽ സ്റ്റേറ്റ് ലൈസൻസി എന്ന് പറഞ്ഞ ബാലു കുര്യത്ത് സംവിധാനം ചെയ്ത സിനിമയുടെ പാട്ടിൻ്റെ റെക്കോർഡിങ് മദ്രാസിൽ AVM RR തിയേറ്ററിലായിരുന്നു. ഞാൻ മുമ്പ് ഏതൊരു എപ്പിസോഡിൽ പറഞ്ഞു എന്നൊരിക്കൽ സംശയമുണ്ട്. ആ റെക്കോർഡിങ്ങിന് ഞാനും പോയിരുന്നു. ഞാനാണല്ലോ ആ സിനിമയുടെ അസോസിയേറ്റ് ഡയറക്ടർ. SP വെങ്കടേഷാണ് സംഗീത സംവിധായകൻ. അപ്പോൾ റെക്കോർഡിങ്ങിൻ്റെ പൂജയും ഒക്കെ ഉണ്ട്. കാരണം ബാലു കുര്യത്ത് എന്ന് പറയുന്ന സംവിധായകൻ 12 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു സിനിമ സംവിധാനം ചെയ്യുന്നതാണ്. മാത്രമല്ല മാവേലിക്കരക്കാരനായ അഹമ്മദ് എന്ന് പറയുന്ന ഒരു വിദേശ മലയാളി അദ്ദേഹം നിർമ്മിക്കുന്ന സിനിമയാണ്. ഇനിയും പറയുകയാണെങ്കിൽ ഫ്രാൻസിസ് ടി മാവേലിക്കര എന്ന് പറഞ്ഞ സമകാലിക നാടകരംഗത്തെ എന്താ പറയുക ഒന്നാം നിരക്കാരനായ ഫ്രാൻസിസ് ടി മാവേലിക്കര അദ്ദേഹത്തിൻ്റെ ഭാഗപത്രം എന്ന് പറഞ്ഞ പ്രശസ്തമായ നാടകത്തിനെയാണ് വെണ്ട ഡാനിയലിന് വേണ്ടി കഥയെടുത്തത്. തിലകൻ ചേട്ടൻ നായകനായിട്ട് അഭിനയിക്കുന്ന സിനിമ. പറയണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ട് തന്നെ മദ്രാസിലെ മുഴുവൻ സിനിമാക്കാരെയും ക്ഷണിച്ചാണ് വെണ്ട ഡാനിയലിൻ്റെ പൂജ നടത്തിയത് RR തിയേറ്ററിൽ. ഞങ്ങളിങ്ങനെ സമയമായിട്ടില്ല, അതുകൊണ്ട് പുറത്തു വന്നിങ്ങനെ വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ നേരത്തെ വന്നു ശ്രീകുമാരൻ തമ്പി സാർ. തമ്പി സാറിന് ആരാധനയോടെ കാണുന്ന കാലമാണ് ഞാൻ. ഇപ്പോൾ അങ്ങനെ അല്ലേന്ന് ചോദിച്ചാൽ ഇപ്പോൾ ആരാധനയല്ല, എൻ്റെ ഗുരുനാഥനല്ലേ. അദ്ദേഹം അവസാനമായിട്ട് ചെയ്ത അമ്മയ്ക്കൊരു താരാട്ട് ഞാനായിരുന്നല്ലോ അസോസിയേറ്റ്. അങ്ങനെ ഞങ്ങൾ തമ്പി സാറ് കേട്ടിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു വില കൂടിയ വിദേശ കാർ ഒഴുകി വന്ന് RR തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ നിന്നു. ആ കാറിൽ നിന്നിൻ്റെ പുറകിൽ നിന്ന് ആജാനബാഹുവായ ഒരു മനുഷ്യനിറങ്ങി. സമർത്ഥമായ ഒരു പ്രത്യേക സ്റ്റൈലിൽ വെട്ടിയൊതുക്കിയ താടിയൊക്കെ ഉള്ള വളരെ ഗാംഭീര്യം സ്ഫുരിക്കുന്ന മുഖമുള്ള തലയെടുപ്പുള്ള നടൻ. ഞാൻ അതിശയത്തോടെ ഇങ്ങനെ നോക്കുക. കാരണം അത് നിർമ്മാതാവായും നായകനായും ഒക്കെ തമിഴ് സിനിമാ രംഗം അടക്കി വാഴുന്ന മലയാളിയായ ബാലാജിയാണ്. ബാലാജി സാറാണ് വന്നിറങ്ങുന്നത്. അപ്പോൾ ബാലാജി സാർ നിർമ്മിക്കുന്ന സിനിമകളൊക്കെ നിങ്ങൾ കണ്ടിരിക്കുമ്പോൾ ഓർമ്മയുണ്ടല്ലോ, ഒരു റിവോൾവിംഗ് ചെയറിൽ ബാലാജി സാർ കറങ്ങി വരുന്നിടത്താണല്ലോ സുജാത എൻ്റർടൈനർ എന്നെഴുതി കാണിക്കുന്നത്. അങ്ങനെ അതിശയത്തോടെ ബാലാജി സാറിനെ നോക്കിയപ്പോൾ സാറിങ്ങനെ കാറിൽ നിന്ന് ഇറങ്ങി ആദ്യം കണ്ണുപോയി ഉടക്കിയത് ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ മുഖത്തേക്കാണ്. ചിരിച്ച മുഖത്തോടെ ഹലോ മിസ്റ്റർ തമ്പി ഹൗ ആർ യു എന്ന് പറഞ്ഞ് കൈ നീട്ടിക്കൊണ്ട് തമ്പി സാറിൻ്റെ അടുത്തേക്ക് വന്നു. തമ്പി സാർ ഹസ്തദാനം ചെയ്തു. വർത്തമാനങ്ങൾക്കിടയിൽ ബാലാജി സാർ ചോദിച്ചു, സുഖമാണോ തമ്പി? സുഖമാണ്. ഏതാ പുതിയ പടം? എനിക്കിപ്പോൾ പടമൊന്നുമില്ല. അതെന്ത് പറ്റി? നിങ്ങളുടെ മരുമകൻ എന്നെ പറ്റിച്ചില്ലേ? നമ്മളാണ് കേൾക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു വിശിഷ്ട അതിഥികൾ നിറഞ്ഞ ഒരു സിനിമയുടെ പൂജ തുടങ്ങാൻ പോകുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പ് അവിടെ വന്നിറങ്ങിയ, ആ പൂജയ്ക്ക് വന്നതല്ല, അദ്ദേഹം വേറെന്തോ കാര്യത്തിന് വന്നതാണ്. ഒരു തമിഴ് സിനിമയിലെ അല്ലെങ്കിൽ തെന്നിന്ത്യൻ സിനിമയിലെ പ്രശസ്തനായ നിർമ്മാതാവും നടനുമായ നായകനൊക്കെ ആയിരുന്ന ബാലാജി സാറിനോടാണ് നിങ്ങളുടെ മരുമകൻ എന്നെ പറ്റിച്ചില്ലേ, പിന്നെ ഞാനങ്ങനെ സിനിമ ചെയ്യും എന്ന് ചോദിച്ചത്. ബാലാജി സാറ് ഒന്ന് ചമ്മി, പെട്ടെന്ന് അദ്ദേഹം സ്ഥലകാല ബോധം വീണ്ടെടുത്ത് ഓക്കെ തമ്പി കാണാം എന്നുണ്ട് അദ്ദേഹം നടന്നങ്ങ് പോയി. തമ്പി സാറിൻ്റെ മുഖത്ത് ഒരു ഭാവവ്യത്യാസവും ഇല്ല. സാറ് പിന്നെയും സംസാരിച്ചുകൊണ്ടിരുന്നതിൻ്റെ ബാക്കി സംസാരത്തിലേക്ക് കടന്നുപോയി. അതാണ് തമ്പി സാർ. ആരോടും എന്തും തനിക്ക് ശരിയെന്ന് തോന്നുന്ന എന്തും എവിടെ വച്ചും വിളിച്ചു പറയാൻ ഒരു മടിയുമില്ലാത്ത സത്യസന്ധനായ, എന്താ പറയുക, വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആളാണ് തമ്പി സാർ. അമ്മയ്ക്കൊരു താരാട്ട് ചെയ്യുമ്പോൾ മിക്കവാറും ദിവസങ്ങളിൽ ഞാൻ തമ്പി സാറുമായിട്ട് പിണങ്ങിയിട്ടുണ്ട്. ഒരിടത്തും ഞാൻ തമ്പി സാറിനെ ഞാൻ തോൽപ്പിച്ചതുകൊണ്ടല്ല, സാറിൻ്റെ തോന്നലുകൾ കൊണ്ട് സാർ ഭയങ്കരമായിട്ട് സെറ്റിൽ വരട്ടുമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം സാറിന് ഷൂട്ടിംഗ് കഴിഞ്ഞ് പോകാൻ സാറിൻ്റെ കാർ കേടായി. കാർ ഓടി ഓടി പഴഞ്ചനായൊരു കാർ, അത് കേടായി. അപ്പോൾ സാറിന് പുതിയ കാർ വാങ്ങാൻ അച്ഛന് ഏത് കാർ വേണമെന്നാണ്
അദ്ദേഹത്തിൻ്റെ മരുമകൻ ചോദിച്ചത്, മകളുടെ ഭർത്താവ് ചോദിച്ചത്. എനിക്കൊന്നും വേണ്ട, എനിക്ക് കാറൊന്നും വേണ്ട. ഞാൻ പറഞ്ഞു, സാറേ അവരുടെ അവകാശമല്ലേ സാറിനൊരു കാർ വാങ്ങിത്തരാൻ. അതെന്താ സാർ വേണ്ടെന്ന് പറഞ്ഞു. എനിക്ക് അങ്ങനത്തെ ഒന്നും ആവശ്യമില്ല, അതൊക്കെ ഞാൻ വാങ്ങിച്ചോളാം. അങ്ങനെ ഒരു ദിവസം ഷൂട്ടിങ്ങിൻ്റെ തീരുമ്പോൾ അന്ന് സാറിൻ്റെ കാർ വർക്ക്ഷോപ്പിലായിപ്പോയി. അപ്പം ഞാൻ വളരെ ഭയഭക്തി ബഹുമാനത്തോടെ പറഞ്ഞു, സാർ ഞാൻ പോകുന്ന വഴിക്ക് സാറിനെ വീട്ടിൽ വിടാം. ആണോ? ഞാൻ പറഞ്ഞു, ആ വിടാം സാർ. ഇനിയിപ്പോൾ ഇയാളുടെ കാറിൽ കയറിയില്ല എന്നുള്ള ഒരു കുറവ് വേണ്ട, വരൂ എന്ന് പറഞ്ഞ് സാർ എൻ്റെ കാറിൽ കയറി. സാറിനെ മുന്നിൽ നിർത്തി ഓടിക്കുമ്പോൾ സത്യമായിട്ട് എനിക്ക് കാല് കിടകിട അടിക്കുകയായിരുന്നു. ആ യാത്രക്കിടയിൽ സാർ എന്നോട് പറഞ്ഞു, ദിനേശേ, നിങ്ങൾ വാക്കുകളൊക്കെ സൂക്ഷിച്ച് സംസാരിക്കണം. നിങ്ങളൊരു ശ്രീകുമാരൻ തമ്പി ആവാൻ ശ്രമിക്കരുത്. തമ്പി സിനിമയിൽ എവിടെയെല്ലാം എത്താമോ അവിടെയെല്ലാം എത്തിയ ശേഷമാണ് അപ്രിയ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞത്. ദിനേശ് ജീവിതത്തിലൊന്നും ആയില്ല, അതുകൊണ്ട് ഒന്ന് സംസാരിക്കുമ്പോൾ എല്ലാം ഒന്ന് സെൻസർ ചെയ്യണം. ഞാൻ സത്യത്തിൽ അതൊരു ഗുണപാഠം പോലെ മനസ്സിൽ സൂക്ഷിച്ച ആളാണ്. തമ്പി സാറാകാനൊന്നും എന്നെക്കൊണ്ട് കഴിയില്ല, പക്ഷേ എന്നാലും അപ്രിയ സത്യങ്ങൾ പറയരുത് എന്ന് മനസ്സിനൊരു എന്താ പറയുക കീ കൊടുത്ത ആളാണ്. പക്ഷേ നടക്കുന്നില്ല. ഞാനിപ്പോൾ ഇതൊക്കെ ഓർക്കാൻ കാര്യം, ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സിന് 2 ദിവസം മുമ്പ് തമ്പി സാർ ഒരു അഭിമുഖം കൊടുത്തു. ആ അഭിമുഖത്തിലെ ഏറ്റവും ഹൈലൈറ്റായ പോയിൻ്റ് എന്താണെന്ന് ചോദിച്ചാൽ, മലയാള സിനിമയെ താരാധിപത്യത്തിലേക്ക് കൊണ്ടുവന്നത് മമ്മൂട്ടിയും മോഹൻലാലുമാണ്. ഈ 2 പേരുടെയും സിനിമകൾ മതി തിയേറ്ററുകൾക്ക്. അതോടെ ഞാൻ സിനിമ എടുപ്പ് നിർത്തി. ശ്രീകുമാരൻ തമ്പിയുടെ സിനിമ, സേതുമാധവൻ്റെ സിനിമ, എ വിൻസെൻ്റിൻ്റെ സിനിമ എന്നൊക്കെ കേട്ടിരുന്ന കാലം പോയി. മമ്മൂട്ടിയുടെ സിനിമ, മോഹൻലാലിൻ്റെ സിനിമ എന്നിങ്ങനെ താരങ്ങളുടെ കയ്യിലേക്ക് സിനിമ പോയത് കാരണമാണ് ഞാനും KS സേതുമാധവനും എ വിൻസെൻറ്റും അടക്കമുള്ളവർ സിനിമ എടുപ്പ് നിർത്തിയത്. തമ്പി സാർ പറഞ്ഞതാണ്. ഞാനത് ഒരുപാട് വട്ടം വായിച്ചു. അമ്മയ്ക്കൊരു താരാട്ട് ഇപ്പോൾ കുറച്ച് കാലമല്ലേ അയാളും എടുത്തിട്ട്. അതിനു മുമ്പ് സാറൊരു സിനിമ എടുത്തത് ബന്ധുക്കൾ ശത്രുക്കളായിരുന്നു. മോഹൻലാലിനെ വെച്ച് അവസാനമായി സാർ ചെയ്തത് യുവജനോത്സവം എന്ന് പറഞ്ഞ സൂപ്പർ മെഗാ ഹിറ്റ് സിനിമയായിരുന്നു. പാടാം നമുക്ക് പാടാം എന്നുള്ള പാട്ടൊക്കെ ഉള്ള മനോഹരമായ, രവീന്ദ്രൻ്റെ മനോഹരമായ പാട്ടുകളുള്ള സിനിമയായിരുന്നു. വലിയ വിജയമായിരുന്നു അത്. മമ്മൂട്ടി കുഴപ്പം 2 സിനിമയെ ചെയ്തുള്ളൂ, മുന്നേറ്റവും വിളിച്ചു വിളി കേട്ടു. അതിവിടെ വെച്ച് അവരും മനസ്സുകൊണ്ട് അകന്നു പോയി. അത് കഴിഞ്ഞ് മോഹൻലാലുമായിട്ട് യുവജനോത്സവം വരെ കുഴപ്പമില്ലായിരുന്നു. യുവജനോത്സവം കഴിഞ്ഞപ്പോൾ മോഹൻലാലുമായിട്ടും തെറ്റി. പ്രേം നസീർ, മധു, സോമൻ, ജയൻ, സുകുമാരൻ ഇവരാരും ഇങ്ങനെ ചെയ്തിട്ടില്ല. താരാധിപത്യം സ്ക്രീനിൽ കൊണ്ടുവന്നിട്ടില്ല. അവരല്ലെങ്കിൽ മലയാള സിനിമയെ അവരുടെ 2 പേരുടെയും കാൽക്കീഴിലാക്കിയതുപോലെ ഈ പറയുന്ന പ്രേം നസീറോ മധുവോ സോമനോ സുകുമാരനോ ജയനോ ചെയ്തിട്ടില്ല എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ സാർ പറയുന്നു. ഒരു പരിധിവരെ സാർ പറയുന്നത് ശരിയാണ്. ഈ 2 പേര് തന്നെയാണ് ഫാൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞ ഫാൻസിനെ കയറൂരി വിട്ട് തിയേറ്ററുകളിൽ ഒരു വല്ലാത്ത എന്താ പറയുക ഒരവസ്ഥയൊക്കെ സൃഷ്ടിച്ചതിൽ ഈ 2 പേർക്ക് പങ്കുണ്ട്. മമ്മൂട്ടി ആദ്യമായി നായക വേഷം ചെയ്തത് എൻ്റെ മുന്നേറ്റത്തിലാണ് എന്ന് സാർ പറയുന്നു. ഒരു പരിധിവരെ ഞാൻ അതും ശരിയാന്ന് പറയും. ഒരു പരിധിവരെ ഞാൻ പറയും. സാറിന് ദേഷ്യം വന്നാലും ഉള്ളതുള്ളതല്ലേ പറയാൻ പറ്റും. മധുവിനെയും സോമനെയും വെച്ച് ചെയ്യാനിരുന്ന സിനിമയാണ് മുന്നേറ്റം. നിർമ്മാതാവ് പി സുബ്രഹ്മണ്യം മുതലാളിയുടെ മകൻ സുബ്രഹ്മണ്യം കുമാറായിരുന്നു അതിൻ്റെ നിർമ്മാതാവ്. അപ്പോൾ ഭുവനാവൂര് കേൾവിക്കുറി എന്ന് പറഞ്ഞ തമിഴിലെ സൂപ്പർ ഹിറ്റായ സിനിമ എടുത്ത് മലയാളത്തിൽ ചെയ്യുമ്പോൾ അതിലെ പ്രധാന വേഷം മധുസാറും സോമനും ചെയ്യട്ടെ എന്നായിരുന്നു നിർമ്മാതാവ് തീരുമാനിച്ചത്. പക്ഷേ അതിൻ്റെ കാസ്റ്റിംഗ് തീരുമാനങ്ങളൊക്കെ എടുക്കാനായിട്ട് തിരുവനന്തപുരത്തേക്ക് വരുന്ന ഫ്ലൈറ്റിൽ വെച്ച് നടൻ സുകുമാരനെ തമ്പി സാർ കാണുകയും സുകുമാരനോട് ഞാൻ ഭുവനാവൂര് കേൾവിക്കുറി മലയാളത്തിൽ ചെയ്യുന്നു, നിങ്ങൾക്ക് ചെയ്യാൻ ഒരു വേഷം ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുകയും 1,00,000 രൂപ തന്നാൽ ഞാൻ ചെയ്യാം, അതിലേതെങ്കിലും ഒരു വേഷം വേണമെങ്കിൽ ഞാൻ ചെയ്യാമെന്ന് പറയും. ഞാൻ അവസാനമായി ചെയ്ത ജയനെ വെച്ച് അവസാനമായിട്ട് ചെയ്ത നായാട്ട് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഞാൻ ജയന് കൊടുത്തത് 40,000 രൂപയാണ്. ആ 40,000 രൂപ ഞാൻ സുബ്രഹ്മണ്യം കുമാറിൻ്റെ നിന്ന് വാങ്ങിത്തരാമെന്ന് പറഞ്ഞപ്പോൾ സുകുമാരൻ സമ്മതിക്കാതിരിക്കുകയും ഇത്
തീർച്ചയായിട്ടും എന്താ പറയുക, ഈ മുന്നേറ്റമല്ല ഇനി ഏത് വേഷം എടുത്തിരുന്നെങ്കിലും ജയൻ ജീവിച്ചിരുന്നുവെങ്കിൽ അതിൽ മമ്മൂട്ടി ചെയ്ത വേഷം അല്ലെങ്കിൽ രതീഷ് ചെയ്ത വേഷം തീർച്ചയായിട്ടും ജയൻ തന്നെ ആകുമായിരുന്നു അഭിനയിക്കുന്നത്. അപ്പോൾ നിർമ്മാതാവുമായിട്ട് സംസാരിച്ചപ്പോൾ നമുക്ക് മധുവും സോമനും ചെയ്താൽ ഉറപ്പാണ് ബിസിനസ്. പക്ഷേ അതിനേക്കാൾ നല്ലത് IV ശശി തുഷാരത്തിലൂടെ ജയൻ ജീവിച്ചിരുന്നുവെങ്കിൽ ജയനെ കൊണ്ട് ചെയ്യിക്കാനിരുന്ന തുഷാരം എന്ന് പറഞ്ഞ സിനിമയിൽ രതീഷിനെ നായകനാക്കുകയാണ്. രതീഷ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ, ആ രതീഷിനെ ഒരു വേഷത്തിൽ നമുക്ക് നിശ്ചയിക്കാം. അടുത്ത വേഷം ഇപ്പോൾ എന്നോട് ഫ്ലൈറ്റിൽ വന്നപ്പോൾ സുകുമാരനൻ ഒരു നാനയിലൊരു പടം കാണിച്ചു തന്നു. വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ, മേള, സ്ഫോടനം എന്നിവയിൽ അഭിനയിച്ച മമ്മൂട്ടി എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരനെ കുറിച്ചാണ് സുകുമാരൻ സംസാരിച്ചത്. നമുക്ക് അയാളെ വയ്ക്കാമെന്ന് പറയും, വയ്ക്കുകയും ചെയ്തു. അപ്പോൾ സുകുമാരൻ പറഞ്ഞ പ്രകാരമാണ് തമ്പി സാറ് മുന്നേറ്റത്തിൽ മമ്മൂട്ടിയെ വച്ചതെന്ന് പറഞ്ഞാൽ സാറ് നിഷേധിക്കുമെന്ന് എനിക്ക് തോന്നില്ല. 1978 ഉൾക്കടൽ എന്ന് പറഞ്ഞ KG ജോർജിൻ്റെ സിനിമയിലൂടെയാണ് രതീഷ് കടന്നു വരുന്നത്. ശിവകുമാരൻ തമ്പി സാറിൻ്റെ ഇടിമുഴക്കം എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു ചെറിയ വേഷം സൈഡ് റോൾ ചെയ്തിട്ടുണ്ട്. അതിൽ ജയനാണല്ലോ നായകൻ. ജയൻ്റെ മരണശേഷം IV ശശി ചെയ്ത തുഷാരത്തിൽ രതീഷിനെ നായകനാക്കി. സ്റ്റണ്ട് മാസ്റ്റർ ത്യാഗരാജ മാഷിനെ IV ശശി വീട്ടിൽ വിളിച്ചു വരുത്തി വീടിൻ്റെ മട്ടുപ്പാവിൽ ഫൈറ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ജയനെ പഠിപ്പിച്ച് ട്രെയിൻ ചെയ്തെടുത്താണ് കാശ്മീരിൽ കൊണ്ടുപോയി ഈ തുഷാരം ചെയ്തത്. 1981 വലിയ വിജയമായ തുഷാരം റിലീസാവുന്നത്. ഏപ്രിൽ 10 1981 ഏപ്രിൽ 10 തുഷാരം റിലീസായി. ആ വിജയം ശിവകുമാരൻ തമ്പി സാർ നന്നായി ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ, മുന്നേറ്റത്തിൽ ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ സാറ് ഇല്ല അങ്ങനെ അല്ല എന്ന് പറയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം 1981 ആഗസ്റ്റ് 7 മുന്നേറ്റം റിലീസായത്. അതുപോലെ തന്നെ മോഹൻലാലിൻ്റെ 13ാമത്തെ സിനിമയായിരുന്നു എനിക്കും ഒരു ദിവസം. ഈ ചിത്രത്തിൽ മോഹൻലാലിനെ നായകനാക്കി എന്നാണ് തമ്പി സാർ പറയുന്നത്. അല്ല, നായകൻ എനിക്കും ഒരു ദിവസത്തിലെ നായകൻ നെടുമുടി വേണുവാണ്. ഒരു റിബൽ ക്യാരക്ടറായിരുന്നു മോഹൻലാലിന്. അതുകൊണ്ടാണ് മോഹൻലാൽ മനോഹരമായി ചെയ്ത് കയ്യടി വാങ്ങിയത്. തേനും വയമ്പും, പടയോട്ടം, അഹിംസ, എൻ്റെ മോഹങ്ങൾ പൂവണിഞ്ഞു, ധന്യ, ഊതിക്കാച്ചിയ പൊന്ന് തുടങ്ങിയ കുറേ 13 സിനിമകൾ ഇതിനിടയിൽ മോഹൻലാൽ ചെയ്തിരുന്നു. അതിനുശേഷമാണ് ശ്രദ്ധേയമായ വേഷങ്ങളായിരുന്നു ഞാൻ ഈ പറഞ്ഞ സിനിമകളിലൊക്കെ. അതിനുശേഷമാണ് മോഹൻലാൽ എനിക്ക് ഒരു ദിവസം എന്ന് പറഞ്ഞ സിനിമയിലെ വേണമെങ്കിൽ സാറിന് വാശിയുണ്ടെങ്കിൽ 2ാം നായക വേഷം ചെയ്തതെന്ന് പറയാം. ഇതുപോലെ തന്നെ സാറ് പറയുന്നു എൻ്റെ അടുത്ത സിനിമയായ ആധിപത്യത്തിൽ ഞാൻ മോഹൻലാലിന് ഇതുപോലെ നായക വേഷം നൽകി എന്ന് പറഞ്ഞു. ഒരു പരിധിവരെ സാർ അതും തെറ്റല്ലേ?